ഇന്നത്തെ നമ്മുടെ റെസിപ്പി കാന്താരി അരച്ച് ചേർത്തുണ്ടാക്കുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ കറിക്ക്, അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. ഞാനിവിടെ 1 കിലോഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഉപ്പും വിനാഗിരിയും ചേർത്ത വെള്ളത്തിൽ അരമണിക്കൂർ വെച്ചതിന് ശേഷം ക്ലീൻ ചെയ്ത് എടുത്തതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയി കിട്ടും. ഈ കറിക്ക് വേണ്ടി മീഡിയം സൈസ് 3 സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, ഒരു പിടിയോളം മല്ലിയില, അതിൻ്റെ പകുതി പുതിനയില, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കാന്താരിയും എടുത്തിട്ടുണ്ട്. കാന്താരിയുടെ അളവ് എരിവിനനുസരിച്ച് എടുത്താൽ മതി. ഈ കറിയിൽ നമ്മൾ തക്കാളി ഉപയോഗിക്കുന്നില്ല, പകരം അധികം പുളിയില്ലാത്ത തൈരാണ് ഉപയോഗിക്കുന്നത്. ഒരു മൺചട്ടി ചൂടാകാൻ വയ്ക്കാം. ചട്ടി ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ഒന്ന് ചതച്ചെടുക്കാം. ഇനിയും ചൂടായ ചട്ടിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ ചെറുതായി എരിഞ്ഞെടുത്ത സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് വഴന്നു കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. സവോള വഴന്നു വരുന്ന സമയം കൊണ്ട് കാന്താരിയും മല്ലിയിലയും പുതിനയിലയും മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇങ്ങനെ വേണം അരച്ചെടുക്കാൻ. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറി എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ചിക്കനിൽ നിന്ന് വെള്ളം ഊറി വരുന്നതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ചിക്കനിൽ നിന്ന് ഇപ്പം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ചെടുത്ത ചേരുവകൾ ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരപ്പ് മുഴുവനായി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി പാൻ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ചിക്കൻ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. സ്പൂൺ ഉപയോഗിച്ച് തൈര് നന്നായി ഇളക്കിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. തൈര് ഇഷ്ടമില്ലാത്തവർ പകരം വിനാഗിരി ആവശ്യത്തിന് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ കൂടുതൽ ടേസ്റ്റ് തൈര് ചേർക്കുമ്പോഴാണ്. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ കാന്താരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഗ്രേവി ചിക്കനെ നന്നായി കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ചപ്പാത്തിയുടെയും റൈസിൻ്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഈ വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറി. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.